ഹായ് മക്കൾസ്, അറക്കലാണ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇപ്പോൾ ന്യൂ ഡേയ്സ് നിങ്ങളെ സ്കൂളിൽ സ്പോർട്സ്, ആർട്സ്, ശാസ്ത്രമേളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരിക്കും. എൻ്റെ നാട്ടിലെ സ്കൂളിൽ ഈ വരുന്ന 17-18 തീയതികളിൽ ആർട്സാണ്. അതിനുശേഷം സ്പോർട്സും ശാസ്ത്രമേളൊക്കെ ഉണ്ട്. അപ്പോൾ എനിവേ എല്ലാവരുടെയും സ്കൂളിൽ ഇതുപോലെ തന്നെ ആർട്സും സ്പോർട്സും ശാസ്ത്രമേളൊക്കെ വളരെ റങ്കായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരിക്കും. മേ ബി നിങ്ങൾ ജസ്റ്റ് വേണമെങ്കിൽ നിങ്ങളുടെ സ്കൂളിൽ എന്തൊക്കെയാണ് പ്രോഗ്രാം കാര്യങ്ങളൊക്കെ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ ഒന്നും കൂടി അടിപൊളി. എനിവേ അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ അത്യാവശ്യം ഒരു 10-200 അല്ലെങ്കിൽ ഒരു 1000 വിദ്യാർത്ഥികളൊക്കെ ഉള്ള സ്കൂളിൽ മേ ബി 2 ദിവസം ആർട്സ് ഉണ്ടാവും, 2 ദിവസം സ്പോർട്സ് ഉണ്ടാവും, ഒരു ദിവസം ശാസ്ത്രമേള ഉണ്ടാവും. സ്വാഭാവികമായിട്ടും ഒരാഴ്ചത്തേക്ക് സ്കൂൾ മൊത്തത്തിൽ എന്തായിരിക്കും പഠനത്തിൽ നിന്നും മാറിയിട്ട് മൊത്തത്തിൽ ഈ ഒരു വൈബിലേക്ക് മാറിയിട്ടുണ്ടാവും. സ്വാഭാവികമായിട്ടും പഠന സംബന്ധമായുള്ള ഒരു കാര്യവും അവിടെ നടക്കാൻ ചാൻസ് ഇല്ല. പക്ഷേ എന്ന് കരുതിയിട്ട് എന്തായിരുന്നു നമ്മൾ അതിലൊന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്യാണ്ട് അതിൽ നിന്നും മാറി നിൽക്കരുത്. നമ്മൾ എന്ത് ചെയ്യണം, മാക്സിമം എല്ലാ പരിപാടികളിലും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് അതൊക്കെ ഭയങ്കര എൻജോയ് ചെയ്ത് വൈബാക്കി മാറ്റണം. പണ്ട് എനിക്കൊരു മണ്ടത്തിലുണ്ടായിരുന്നു. ഞാനൊക്കെ എൻ്റെ സ്കൂളിൽ പഠിക്കുന്ന ഒരു സമയത്ത് ഞാൻ സ്പോർട്സിന് മാത്രമേ പങ്കെടുക്കലുണ്ടായിരുന്നുള്ളൂ. ആർട്സിൻ്റെ സമയത്ത് 2 ദിവസം ലീവ് കിട്ടി എന്നിട്ട് എന്ത് ചെയ്യും, വീട്ടിലിരിക്കും. പക്ഷേ നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. അത് ഞാനൊരു 8ാം ക്ലാസ് 9ാം ക്ലാസ്സിലൊക്കെ അങ്ങനെയായിരുന്നു, ഒരു മണ്ടൻ പോട്ടെ. പിന്നീട് ഞാൻ എന്ത് ചെയ്തു, ആ ഒരു വൈബിൽ നിന്നൊക്കെ മാറി ഒരു 10+1 ഒക്കെ എത്തിയപ്പോൾ മാക്സിമം എന്ത് ചെയ്തു, ആർട്സിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നു. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഇപ്പോൾ ഒന്നും ഒരു കഴിവില്ലെങ്കിലും ജസ്റ്റ് എന്ത് ചെയ്യുക, വെറുതെ അവിടെ വന്ന് ചുമ്മാ എന്ത് ചെയ്യുക, ഒന്ന് വൈബാക്കി, ഒന്ന് ഓളമാക്കി, ഒന്ന് മൊത്തത്തിൽ അവിടെ എന്ത് ചെയ്യുക, ഒന്ന് എൻജോയ് ചെയ്യുക. അപ്പോൾ മാക്സിമം എന്ത് ചെയ്യുക, എല്ലാവരും സ്പോർട്സിലും ആർട്സിലും ശാസ്ത്രമേളയിലൊക്കെ പങ്കെടുത്തിട്ട് മൊത്തത്തിൽ എന്ത് ചെയ്യുക, ഒന്ന് എൻജോയ് ചെയ്യാം. പക്ഷേ സ്വാഭാവികമായിട്ടും നമ്മൾ ഈ ഒരു എൻജോയ്മെൻറ്റ് മാത്രം പോരല്ലോ, അതിനിടയിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ പഠന കാര്യം എന്ത് ചെയ്യണം, ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കണം. ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ പോരാ, സീരിയസ് ആയിട്ട് പഠിക്കാൻ വേണം. ഇപ്പോൾ ലൈക്ക് സബ് ജില്ല അതുപോലെ തന്നെ ജില്ലാ ശാസ്ത്രമേളകളും സ്പോർട്സ് ആർട്സിനൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ടാകും. അവർക്കൊക്കെ ഒരുപാട് ക്ലാസ്സുകളും മിസ്സാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്കൊക്കെ എന്ത് ചെയ്യും, ഈ ഒരു പഠനത്തിൽ ശ്രദ്ധിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ അവർക്കൊരു കൺസേൺ ഉണ്ടാവും, ഞങ്ങൾക്ക് ഒരുപാട് ക്ലാസ്സുകൾ മിസ്സാവുന്നുണ്ട് സാർ, അപ്പോൾ ഞങ്ങൾ ഇതിൽ നിന്നൊക്കെ മാറി നിൽക്കണമെന്നൊക്കെ. അപ്പോൾ എൻ്റെ ഒരു കസിൻ ബ്രദർ ഉണ്ട്, അവന് എന്താണ് ദഫ്മുട്ടിനുണ്ട്. അപ്പോൾ അവനക്ക് ഒരുപാട് ക്ലാസ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മിസ്സാവും. കാരണം അവർ സീരിയസ് ആയിട്ടുള്ള പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള സ്ഥിതിവിശേഷം വരുമ്പോൾ നമ്മൾ അതിൽ നിന്ന് മാറി നിൽക്കണോ സാർ, അതൊരു പ്രശ്നമാണോ, അങ്ങനെ നിങ്ങൾ ചിന്തിക്കേണ്ട. അതൊക്കെ നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക, എൻജോയ് ചെയ്യുക. കാരണം അതൊക്കെ നമുക്ക് ഇപ്പോഴേ എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ, ഇപ്പോഴേ അതിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളൊരു 10, 15, 20, 22 വയസ്സൊക്കെ അതിന് ശേഷം നമ്മളിങ്ങനെ വിചാരിക്കുകയാണ്, ആ സ്കൂളിലൊന്ന് പോയിട്ടൊന്ന് ദഫ് മുട്ടാം, അല്ലെങ്കിൽ ഒരു കോൽക്കളി കളിക്കാം, അല്ലെങ്കിൽ ഒരു മോഹിനിയാട്ടം കളിക്കാം. അതൊക്കെ അപ്പം പറ്റുമോ? ഇല്ല, അതൊക്കെ ഇപ്പോഴേ പറ്റുള്ളൂ. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യുക, ഈ സമയത്ത് തന്നെ ചെയ്യണം എന്ന് കരുതിയിട്ട് പഠനത്തിൽ നിന്നൊരു അണുവിട പോലും നമ്മൾ എന്ത് ചെയ്യരുത്, മാറി നിൽക്കാതെ നമ്മൾ മാക്സിമം ഒഴിവ് സമയങ്ങളിലൊക്കെ നല്ല ഉഷാറായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് എന്ത് ചെയ്യണം, മാക്സിമം അതെപ്പോഴും ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഒരുമിച്ച് കൊണ്ടുപോകാൻ ശ്രമിക്കണം. അപ്പോൾ അതിന് ഏറ്റവും ബെസ്റ്റുള്ള ഒരു ഓപ്ഷനാണ് സൈലത്തിൻ്റെ ഓൺലൈൻ ബാച്ചുകൾ. കാരണം എന്താ വെച്ചാൽ ഓൺലൈൻ ബാച്ചുകൾ നിങ്ങൾക്ക് ഏത് സമയത്തിൻ്റെ ക്ലാസ് കേൾക്കാം, രാത്രിയിൽ ക്ലാസ് കേൾക്കാം. ഇനി അതല്ല സാറ്റർഡേ സൺഡേ ഒഴിവ് സമയം ഉണ്ടാവും, ഇഷ്ടംപോലെ ഒഴിവ് സമയം ഉണ്ടാവും. ആ സമയത്തൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്ലാസ് കേൾക്കാൻ പറ്റും. ഇനി നിങ്ങൾക്ക് അതിരാവിലെ എഴുന്നേറ്റ് പഠിക്കണമെന്നുണ്ടെങ്കിൽ ആ സമയത്തും ക്ലാസ് കേൾക്കാൻ പറ്റും. നിങ്ങൾക്ക് എപ്പോഴാണോ കൺവീനിയൻറ്റ് ആ ഒരു സമയത്ത് എന്ത് ചെയ്യാൻ പറ്റും, ക്ലാസ് കേൾക്കാൻ പറ്റും. ഇനി 2x-ലോ 1.5x-ലോ എങ്ങനെ രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അത് മാക്സിമം ഉപയോഗപ്പെടുത്തുക. അങ്ങനെ എന്ത് ചെയ്യുക, പഠനവും കളിയും ഒരുപോലെ എന്ത് ചെയ്യുക, ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകുക. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നൊരു പോയിന്റ് എന്താണെന്ന് ചോദിച്ചാൽ, മാക്സിമം എന്ത് ചെയ്യുക, സൈലത്തിൻ്റെ ഈ ക്ലാസ്സുകളൊക്കെ പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുക. ഇപ്പോൾ നിലവിൽ നിങ്ങളിപ്പോൾ അഡ്മിഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം I think 10% ഓഫർ ഉണ്ട്. ഓണം 10 എന്ന് പറയുന്ന ഒരു കോഡ് വെച്ചിട്ട് നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്താൽ മതി. ഈ വരുന്ന 17-ാം തീയതിയാണ് അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ആ ഒരു ഓഫർ മിസ്സായി പോകും. അപ്പോൾ മാക്സിമം എന്ത് ചെയ്യുക, അത് ഉപയോഗപ്പെടുത്തുക. ഏതായാലും അടിപൊളിയായിട്ട് പഠിക്കുക, എൻജോയ് ചെയ്ത് പഠിക്കുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം, നിങ്ങൾ ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ ഒരു കാര്യത്തിൽ എന്ത് ചെയ്യുക, മാക്സിമം പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ജസ്റ്റ് നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതും ജസ്റ്റ് ചുമ്മാ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സോ സി യു സൂൺ. നിങ്ങളുടെ സ്വന്തം അറക്കൽ. ഗുഡ് ബൈ.